നമ്മൾ പറയുന്ന ജംഗിൾ പൊളി ഐറ്റം അത് ഗംഭീരമായിട്ടാണ്. വാടാന്നുള്ള സീൻ അവിടെ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാട്ടിനകത്തുള്ള ഒരു സീൻ വരുന്നുണ്ട്. മൊത്തത്തിൽ വളരെ ഗ്രാൻഡ് ആണ്. ഒരു മലയാള സിനിമയുടെ ട്രെയിലർ ആണോ നമ്മൾ ഈ കാണുന്നത് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഗ്രാൻഡ്. നമ്മൾ കാത്തിരുന്നത് വളരെ പെട്ടെന്ന്, കാത്തിരുന്നതിലും വളരെ നേരത്ത് എമ്പുരാന്റെ ട്രെയിലർ റിലീസായിരിക്കുകയാണ്. എമ്പുരാന്റെ ട്രെയിലർ ഇപ്പോ തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയി ഈ മിഡ് നൈറ്റ് തന്നെ റിലീസ് ആയിരിക്കുകയാണ്. കാരണം പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഒരു സ്ലിപ്പ് വന്നു, അത് ഒരു ചാനലിൽ പെട്ടെന്ന് അപ്ലോഡ് ആവുകയും ലീക്ക് ആവുകയും അതിനെ തുടർന്ന് ഒഫീഷ്യൽ റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ ട്രെയിലറിലെ പ്രസക്ത ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് ട്രെയിലറിലെ എന്തൊക്കെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പങ്കുവയ്ക്കുകയാണ്. ലൈക്ക ഇപ്പോഴും പാർട്ടാണ്, പ്രൊഡക്ഷന്റെ പാർട്ടാണ് അത് കാണിക്കുന്നത്. പിന്നെ തുടക്കത്തിൽ തന്നെ ഇപ്പോ PK രാംദാസിനെ കാണിക്കണ്ടേ. PK രാംദാസ് പറയുന്നത് എന്റെ കുട്ടികളുടെ കൂടെയല്ല എന്റെ ലെഗസി, അതായത് എന്റെ ഫുഡ് സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്ന അവരാണ് എന്റെ കുട്ടികൾ എന്നുള്ള ഒരു PKR മെസ്സേജോടുകൂടിയാണ് ട്രെയിലർ തുടങ്ങിയിരിക്കുന്നത്. ഗംഭീരമായിട്ട് ആ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ആണല്ലോ സിനിമ. അപ്പൊ ആ പൊളിറ്റിക്കൽ ആംഗിളിലുള്ള സീനുകളാണ് തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സുരാജിന്റെ കഥാപാത്രം വരുന്നുണ്ട്, വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അതിനെ തുടർന്ന് നമുക്കിപ്പോ ഗുജറാത്തിലെ സീനുകൾ വരുന്നുണ്ട്. ഗുജറാത്ത് സീനുകളിൽ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ ഉപയോഗിച്ചുള്ള ഗ്രാൻഡ് ആയിട്ടുള്ള വലിയ ക്രൗഡിനെ യൂസ് ചെയ്തിട്ടുള്ള സീനറികളാണ്. ഇത് വേറെ ലെവൽ. ഇത് വന്ന് അടുത്ത ആ ഒരു സീനുകളിലുള്ള ടാങ്കറുകളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഹിന്ദിയിലെ അവിടുത്തെ വില്ലൻ എന്ന് കരുതപ്പെടുന്ന ക്യാരക്ടറുടെ എൻട്രിയാണ് വരുന്നത്. പിന്നെ അപ്പോൾ അതിനെ തുടർന്ന് അവർ പറയുന്നു ഈ ഡ്രഗ് കാർട്ടൽ ജിഹാദി ഗ്രൂപ്പ് ഇവരൊക്കെ കെക്കെതിരാണ്, അതായത് ഖുറേഷിക്കെതിരാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവരെ എതിർക്കുന്ന ഒരു വലിയ പവറാണ്. ആളിവിടെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ സെനഗൽ, ഇറാഖ് ഒരുപാട് ലൊക്കേഷൻസ് നമുക്ക് ഫ്ലാഷ് ആയിട്ട് കാണിക്കാറ്. അതിനെ തുടർന്നാണ് പിന്നെ ഫാസിലിന്റെ ക്യാരക്ടർ വരുന്നുണ്ട്. എന്നിട്ട് അതിനെ ഖുറേഷി അബ്രാമിനെ കുറിച്ചുള്ള സീനുകളാണ് വരുന്നത്. അതുപോലെ തന്നെ തിരിച്ചു വരവുണ്ടാവുമോ സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് എന്ന് നമ്മൾ തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ചർച്ചകളുണ്ട്. കാരണം ലൂസിഫറിലെ സ്റ്റീഫനെ നമുക്കറിയാം, ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. സ്റ്റീഫന്റെ ഒരു മടങ്ങി വരവിന്റെ സീൻ അത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് അത് സ്ക്രീനിൽ. ഇതിലും കൂടുതലായിരിക്കും സിനിമയില്. അത് കഴിഞ്ഞ് NPTV കാണിക്കുന്നുണ്ട്, ജാൻവിയുടെ ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. അത് ഒരുപാട് ക്ലൂസ് തരുന്നില്ല, ക്യാരക്ടർ ഇൻട്രഡക്ഷൻസ് ഒരുപാട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റീഫന് നമുക്കറിയാത്ത ഒരു കഥയുണ്ടെന്ന് ജതിൻ രാംദാസ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോറിൻ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് ഖുറേഷിയുടെ. അതിനകത്ത് ഖുറേഷി ചോദിക്കുന്നുണ്ട് ദൈവപുത്രനെ തന്നെ തെറ്റുപറ്റിയാൽ പിന്നെ ചെകുത്താനല്ലാതെ ആരാണ് വരാനുള്ളതെന്ന്. അപ്പൊ പിന്നെ അടുത്തായിട്ട് ചെകുത്താന്റെ ജനറലിന് വരുന്നു, സയ്യദ് മസൂദിന്റെ ഒരു എൻട്രി കാണിക്കുന്നുണ്ട്. ഗ്രാൻഡ് ആയിട്ടുള്ള വിഷ്വൽസ് ആണ്, ഫൈറ്റ് സീൻസ് ഒക്കെ ഗ്രാൻഡ് ആണ്. ഒരുപാട് ഫൈറ്റ് സീൻസ്, ഫ്ലൈറ്റ്സ്, ഫൈറ്റർ ജെറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള സീന്. പാരലലി ഗുജറാത്തിലാണെന്ന് കരുതപ്പെടുന്ന സീനുകൾ കാണിക്കുന്നുണ്ട്. നാട്ടിലുള്ള ഒരു സീൻ വരുന്നുണ്ട്, ഗോവർദ്ധന്റെ സീൻ വരുന്നുണ്ട്. ജംഗിൾ പൊളി എന്ന് നമ്മൾ പറയുന്ന ജംഗിൾ പൊളി ഐറ്റം അത് ഗംഭീരമായിട്ടാണ്. വാടാന്നുള്ള സീൻ അവിടെ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാട്ടിനകത്തുള്ള ഒരു സീൻ വരുന്നുണ്ട്. മൊത്തത്തിൽ വളരെ ഗ്രാൻഡ് ആണ്. ഒരു മലയാള സിനിമയുടെ ട്രെയിലർ ആണോ നമ്മൾ ഈ കാണുന്നത് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഗ്രാൻഡ് ഇതാണ്. ഇത് ട്രെയിലർ ഡയറക്റ്റ് നിങ്ങൾ ചാനലിൽ കാണാൻ, ഇവിടെ അതിന്റെ ട്രെയിലർ കാണിച്ച കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് നമ്മളത് കണ്ടിട്ട് വിവരിക്കുന്നത്. ഗംഭീരാണ്. പ്രൊഡ്യൂസ്ഡ് 3 ഇതാണ് കാണിക്കുന്നത്, ആന്റണി പെരുമ്പാവു, സുഭാസ്കരൻ ആൻഡ് ഗോകുലം ഗോപാലൻ. അപ്പോ ഇഷ്യൂസ് പല രീതിയിലാണ് സോർട്ട് ഔട്ട് ആയിട്ടുള്ളത്. ലൈക്ക് കംപ്ലീറ്റ്ലി പുറത്തു പോയിട്ടില്ല എന്ന് തന്നെ വെളിവാക്കുന്ന രീതിയിലാണ് ട്രെയിലർ വന്നിരിക്കുന്നത്. ഗ്രാൻഡ് ക്ലൈമാക്സിലൊക്കെ നമ്മൾ ഇന്നലെ കണ്ട ട്രെയിലർ എന്താണ് ഐമാക്സ് ലോഞ്ചിന് കണ്ട ആ ഒരു പോസ്റ്ററിലൂടെയാണ് ലാസ്റ്റ് സീൻ അവസാനിക്കുക. അത് കഴിഞ്ഞൊരു ടൈലൻഡ് ഉണ്ട്. ടൈലൻഡിൽ ചോദിക്കുകയാണ്, ഗോവർദ്ധന്റെ ഒരു ചോദ്യമാണ്, ഹു ആർ യു റിയലി, നിങ്ങൾ ശരിക്കും ആരാണ് എന്ന് ചോദിക്കുന്നിടത്ത് ലൂസിഫർ ആണെന്ന് ഖുറേഷി റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇറ്റ് കംസ് ഇൻ എ ഫുൾ സർക്കിൾ, എംപുരാൻ ലൂസിഫർ ടു എംപുരാൻ, എംപുരാൻ ടു ലൂസിഫർ. സോ നമ്മള് മൊത്തത്തിൽ നോക്കിയാൽ നമ്മൾ പ്രതീക്ഷിച്ചത്
ആ ഒരു അതേ ഗ്രാൻഡ് സ്കെയിൽ തന്നെ. ഇപ്പൊ ലൂസിഫറിന് നമുക്കറിയാം അതൊരു ഔട്ട് ആൻഡ് ഔട്ട് കംപ്ലീറ്റ് ഫാസ്റ്റ് പേസ്ഡ് മാസ് മൂവി അല്ല. അതൊരു പൊളിറ്റിക്കൽ ഡാർക്ക് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ത്രില്ലറാണ്. കുറച്ചുകൂടെ തോട്ട്ഫുൾ ആയിട്ടുള്ള എന്താണ് ഭരണകൂടവും മാഫിയയും തമ്മിലുള്ള ബന്ധവും പൊളിറ്റിക്സിന്റെ ഇന്നർ ലെയേഴ്സും അത് ഒരു ഔട്ടർ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു വേൾഡിൽ ഉള്ള ആൾക്കാർ ഇതിനെ നിയന്ത്രിക്കുന്നതും അങ്ങനെയുള്ള, അതായത് ഇല്ലുമിനാറ്റി എന്ന് പറയുന്ന അങ്ങനെയുള്ള ശക്തികളെ കുറിച്ചൊക്കെയാണ് അതിനകത്ത് പറഞ്ഞത്. അപ്പൊ അതേ പാറ്റേണിലുള്ള കുറച്ചുകൂടെ ബിഗ്ഗർ സ്കെയിലുള്ള ഒരു മോഡിലാണ് സംഭവം വന്നിരിക്കുന്നത്. ആക്ഷൻ സീനുകൾ ഇതിനകത്ത് കാണിച്ചിരുന്നൊക്കെ എന്താണ് പറയുക, മലയാള സിനിമയുടെ ട്രെയിലർ തന്നെയാണോ കണ്ടത് എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ അതിഗംഭീരമായിട്ട് ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പോ നേരത്തെ കിട്ടിയ ഒരു ഗംഭീര ബൂസ്റ്റ് ആയിരിക്കും ഈ സിനിമ. ഇപ്പൊ തന്നെ ഏതാണ്ട് അരമണിക്കൂർ ആവാറായി ട്രെയിലർ റിലീസ് ചെയ്തിട്ട്. ഇപ്പോൾ തന്നെ അതിന് ഏകദേശം നല്ല രീതിയിൽ ഇപ്പൊ ഈ കാണുന്ന കൗണ്ട് തന്നെയാണോ ശരിയെന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം അത് ഏകദേശം ഹാങ് ആവുന്ന രീതിയിൽ, കൗണ്ട് സ്റ്റക്കായ രീതിയിലാണ് ഇപ്പോ കാണുന്നത്. സംഭവം നമ്മൾ എത്രയൊക്കെ ആ എമ്പുരാനിൽ ഏറ്റവും അധികം കാത്തിരിക്കുന്ന ആ സീനിന്റെ ഗ്ലിംസ് ഇട്ടതാണ് എനിക്ക് ഏറ്റവും ക്യാച്ച് ചെയ്യാൻ മൊമെന്റ്. ആ ജംഗിൾ പൊളി ഐറ്റം അതിഗംഭീരമായിരിക്കും സിനിമ എന്നുള്ള സൂചനയാണ്. നിങ്ങളുടെ കമന്റ് താഴെ പങ്കുവെക്കുക. താങ്ക് യു.